ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി ബാബ 2.0. അപ്പൊ നമ്മള് സെക്കൻഡ് ചാനലിലേക്കാണ്. അപ്പൊ ഞാനിത് കുറച്ച് ദിവസമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. ഈ ഒരു വീഡിയോ പോലും എന്നോട് പറയില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ പ്രാങ്ക് ആണോ വെച്ചിട്ട് ഇരിക്കുക? അല്ലല്ല, പ്രാങ്ക് ഒന്നും അല്ല. എന്താന്ന് പറഞ്ഞുതരാം. വാട്ട് ഈസ് ഇൻ മൈ ഫോൺ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ റാൻഡംലി മമ്മിയുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും ഫോണില്. അപ്പൊ നമ്മൾ ഇത് എടുക്കുകയാണെന്ന് പറഞ്ഞ മമ്മി നമ്മുടെ ഫോണിലെല്ലാം ക്ലിയർ ചെയ്താലോ, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫോണിൽ ക്ലിയർ ചെയ്യാൻ. ഓക്കെ, അപ്പൊ മമ്മിയുടെ അടുത്ത് ഞാൻ റാൻഡംലി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. മമ്മി പറയുന്നതിനനുസരിച്ച് ഞാൻ എന്റെ ഫോണിലേക്ക് കാണിച്ചു തരും കേട്ടോ. അപ്പൊ അതാണ് ഇന്നത്തെ ഒരു ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇല്ല, ഞാനൊന്നും ചെയ്ത് വെച്ചിട്ടില്ല. അപ്പൊ അതാ ക്ലിയർ ചെയ്ത് വെച്ചാൽ നമുക്കൊരു രസം ഉണ്ടാവില്ലേ കാണാൻ വേണ്ടിട്ട്. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം ഫോൺ ഏതാണെന്നൊന്നും പറയണ്ട അല്ലേ? മമ്മിയുടെ ഫോണ് വിവോ 19, പിന്നെ മമ്മി ഐഫോൺ യൂസ് ചെയ്യും, പിന്നെ എന്റെ ഫോൺ ഐഫോൺ 14 ആണ്. ഞാൻ അടുത്ത ഇവിടെ എല്ലാവർക്കും 2 ഫോൺ ഉണ്ട് കേട്ടോ. എനിക്ക് ഐഫോൺ 12 Pro Maxും ഒരു വിവോ ഫോണും ഉണ്ട്. ഞങ്ങൾക്ക് സാംസങ്ങും ഐഫോൺ. ഇവർക്ക് രണ്ടാൾ കൂടി ഒരു സാംസങ്ങും 2 ഐഫോണും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഫോണ്. പിന്നെ ഫസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ബാറ്ററി പെർസെന്റേജ്. മമ്മിയുടെ ഫോണില് 2 പോയിട്ട് 3 കാണാറില്ല ഗൈസ്. മോസ്റ്റ് ഓഫ് ദി ടൈം അങ്ങനെയാണ്. പക്ഷെ ഇന്നിപ്പോ കുറച്ചുണ്ടാവും, കാരണം ഇപ്പൊ ഇത്രയും നേരം കുത്തിയിട്ടിരിക്കുന്നു. ബാറ്ററി പെർസെന്റേജ് പറയാം 12. ഞാൻ എന്റെ പറഞ്ഞുതരാം. എന്റെ 73% ഉണ്ട് കേട്ടോ. ഇവിടൊക്കെ ചാർജ് ചെയ്തിട്ടുണ്ടായാലും എനിക്കറിയില്ലല്ലോ ഇപ്പൊ ഇതാ വീഡിയോ. അപ്പൊ ഞാൻ ഫുൾ ആക്കുമായിരുന്നു. അല്ലല്ല, 70. എന്റെ ഒട്ടുമിക്ക ദിവസങ്ങളൊക്കെ ഇത്ര ചാർജ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ. ഇത് ചതിയാണ് ഈ ഫോട്ടോട്ടാ. ഈ ഫോട്ടോ അത് ലോക്ക് സ്ക്രീൻ കാണിക്കും. ലോക്ക് സ്ക്രീനിൽ നമ്മുടെ ഒന്നുമില്ല. എന്റെ ഈ ഒരു ഫോട്ടോ ഹോം സ്ക്രീനും ലോക്ക് സ്ക്രീനും ഈ ഒരു ഫോട്ടോയാണ്. എന്റെ ഇങ്ങനെ ഒരു പിക്കാണ് വരിക. ലോക്ക് സ്ക്രീൻ ഞാൻ ഹോം സ്ക്രീൻ കാണിച്ചുതരാം. അതില്ലേ, ഇത് ചതിയിൽ ഇവള് വെക്കുന്നതാട്ടോ. ഇത് ഉണ്ണിടേന് ചെറുതില് മമ്മി ഇത് ഞാനാണ് ഉണ്ണിടേന് ചെറുതിലൊരു ഫോട്ടോയാണ്. അപ്പൊ ഞാൻ മാറ്റിയിട്ട് എന്റെ വല്ലതും വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒപ്പം ആ രാത്രി എങ്ങനെ അറിയില്ല ഇത് മാറ്റി ഇതങ്ങോട്ട് വെക്കും. മമ്മിയുടെ വെച്ചിട്ട് നമ്മള് പോവും. പിന്നെ തുറന്നു നോക്കുമ്പോ എന്റെ ഫോട്ടോ അപ്പൊ പിന്നെ ഞാൻ ഇത് എന്റെ മാറ്റി മടുത്തു. ഇപ്പൊ അവളങ്ങോട്ട് വെച്ചോട്ടെ. ഞാൻ എപ്പോഴും മമ്മിയുടെ ആദ്യം വാവടെ ആയിരുന്നു. അപ്പൊ വാവടെ മാറ്റിപ്പെട്ട് മമ്മിയുടെ വെച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്റെ വെച്ചു. പിന്നെ മമ്മി എപ്പോ മാറ്റിട്ട് വേറെ ആരുടെയും ഇടുകയാണെങ്കിൽ ഞാൻ എന്റെ തന്നെ വെക്കും. അപ്പൊ മമ്മിയുടെ ലോക്ക് സ്ക്രീൻ അതായി. പാസ്വേഡ് പറഞ്ഞു കൊടുക്കണോ? വേണ്ട. ഓക്കെ, അപ്പൊ അല്ല പാസ്വേഡ് പിന്നെ ഞങ്ങൾക്ക് 3 ആൾക്കും അറിയുന്ന പാസ്വേഡ്. നമ്മൾക്ക് തമ്മിൽ എല്ലാവർക്കും 3 പേർക്ക് 3 ആളുടെ പാസ്വേഡ് അറിയാട്ടോ. ഇത് പിന്നെ എന്റെ ഫോണ് പിന്നെ ഇവിടെ പബ്ലിക് ഫോണാണ്, എല്ലാവരും യൂസ് ചെയ്യും. ഓക്കെ, വാട്സപ്പില് അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുള്ള ഒരു ആളും ചാറ്റ് എന്തിനെ പറ്റിട്ടാണെന്നുള്ളത്. ഞാനൊരു കാര്യങ്ങൾക്ക് സത്യം പറഞ്ഞില്ല. എൻ്റെ വാട്സപ്പിൽ എനിക്ക് ആകെ 3 ഗുഡ് മോർണിംഗാണ് വരിക. ഒന്ന് നമ്മുടെ അവിടുത്തെ ഒരു അങ്കിള് അയക്കും ഒരു ഗുഡ് മോർണിംഗ്. പിന്നെ വരുന്ന ഒരു ഗുഡ് മോർണിംഗ് ഇവിടെ ഒരു ഹലോ ഗ്രൂപ്പിന്റെ ഒരു ഗുഡ് മോർണിംഗ്. അല്ലാതെ പിന്നെ മറ്റേ 2-3 ഇവിടുത്തെ ഹീനാൻറ്റി, അങ്ങനെ അവര് കുറച്ച് 2-3 ആൾക്കാരെ വരുള്ളൂ. അങ്ങോട്ടായിട്ട് ഞാനിന്ന് ആർക്കും അയച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ട് എനിക്ക് ഈ പ്രൊമോഷൻ ഞാൻ അങ്ങോട്ട് ആർക്കും അയച്ചിട്ടില്ല. ജസ്റ്റ് ലാസ്റ്റ് ആയിട്ട് അയച്ചത് ഞാന് മറ്റേ 12 മണിക്കുള്ള വീഡിയോന്റെ ടൈറ്റിലാണ്. ടൈറ്റിൽ മമ്മിയുടെ ഫോണിൽ തന്നെ അയച്ചിരിക്കുകയാണ്. അതാണ്. ഓക്കെ, ഇങ്ങോട്ട് വന്നിട്ടുള്ള മെസ്സേജ്. ഇങ്ങോട്ട് ലാസ്റ്റ് വന്നിരിക്കുന്നത് 4:29 ഹലോ നഗറുടെ ഗ്രൂപ്പ്. ഹലോ നഗറുടെ ഒരു പേഴ്സൺ. ഹലോ നഗർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ ഗ്രൂപ്പാണ് കേട്ടോ. ലാസ്റ്റ് വന്നിരിക്കുന്നത് ഉണ്ണിച്ചക്കൻ ഒരു 3 സ്മൈലി അയച്ചിട്ടുണ്ട്. ഉണ്ണിച്ചക്കൻ 3 ഉമ്മ. ഒരു ഇത് അതെന്താ വെച്ചാൽ അവന് വല്ലതും അങ്ങോട്ട് ഇട്ട് കൊടുത്ത അവന് എങ്ങനെയാണ് എനിക്ക് സ്മൈലി. ഓക്കെ, എനിക്കെന്ന് പറയാൻ അത് ഒരുപാട് ആരുമില്ല എനിക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിട്ട്. എനിക്ക് ആകെ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നത് മമ്മി, വാവ, പിന്നെ പപ്പ എന്തെങ്കിലും അയക്കും. പിന്നെ പ്രൊമോഷന്റെ ആൾക്കാരാണ് എനിക്ക് മെസ്സേജ് അയക്കുക. ആകെ അവരെയാണ് എന്നെ എപ്പോഴും അന്വേഷിക്കാറുള്ളൂ. ഞാൻ മമ്മിക്ക് ചുമ്മാ ഇങ്ങനെ ഓരോന്ന് അയച്ചിരിക്കുക കേട്ടോ. മമ്മിക്ക് ഹേയ് മമ്മി, വാട്ട്സ് ദ പ്ലാൻ ഫോർ ടുഡേ. അപ്പൊ മമ്മി ഇങ്ങോട്ട് അയക്കും, ഓ ലെറ്റ്സ് ഗോ ഫോർ എ മൂവി എന്ന് മമ്മി ഇങ്ങോട്ട് അയക്കും. അപ്പൊ ഞാൻ ഓക്കെ ഷുവർ, വാട്ട് ആർ യു ഗോയിങ് ടു വെയർ ടുഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ ഒരു ഫൺ ചാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിരിക്കുകയാണ്. അതേ നമ്മളിപ്പം ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചതുള്ളൂ. പിന്നെ ഇങ്ങോട്ട്
നമ്മളുടെ ഞാൻ പറഞ്ഞല്ലോ വേറൊരു ഫോൺ, ചെറിയ ഫോൺ എന്ന് വെച്ചാൽ സാംസങ് ഫോൺ, അതിന്ന് വാവ എന്തോ ഓഡിയോ എനിക്ക് അയച്ചിരിക്കാം, അല്ലാതെ വേറെ ആരും അയച്ചിട്ടില്ല. അത്രേനേ ഉള്ളൂ. ഇനി യൂട്യൂബില് ലാസ്റ്റ് ആയിട്ട് സെർച്ച് ചെയ്ത സംഭവം ഉണ്ണിവാവ വ്ളോഗ്സ്. ഉണ്ണിവാവ വ്ളോഗ്സ് ഞാൻ കാണിച്ചത്. ഞാൻ യൂട്യൂബ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമ്മളുടെ ചാനലിൽ തന്നെയാണ് കേട്ടോ കാണുക. അതുകൊണ്ട് നമ്മളുടെ ചാനലിലുള്ള ഫോണിലൊക്കെ ആരെങ്കിലും യൂട്യൂബ് കണ്ട് അതൊക്കെ എൻ്റെ സെർച്ച് ഹിസ്റ്ററിയിൽ വന്ന് കിടക്കും. സോ എൻ്റെ യൂട്യൂബിൽ ഞാൻ നോക്കട്ടെ കേട്ടോ. എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്, പക്ഷെ അതിൽ ഞാൻ അങ്ങനെ യൂട്യൂബ് വീഡിയോസ് ഒന്നും കാണാറില്ല, യൂട്യൂബേ ഓപ്പൺ ചെയ്യാറില്ല. അപ്പൊ ഉണ്ണിവാവ വ്ളോഗ്സിലായിരിക്കും നമ്മൾ ഓൾറെഡി എന്റെ യൂട്യൂബ് കിടക്കുന്നുണ്ടാവുക. കാരണം എന്താന്ന് വെച്ചാൽ അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനും അതെ ഉണ്ണിവാവ വ്ളോഗ്സ് ആണ് സെർച്ച് ചെയ്ത്. അപ്പൊ നമ്മുടെ രണ്ടുപേരുടെ ഫോണിലും ഉണ്ണിവാവ വ്ളോഗ്സ് ആണ് സെർച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതെന്താ വെച്ചാൽ നമ്മള് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് നോക്കുമ്പോൾ വ്യൂസ് ഒന്നായിരിക്കും. ഇപ്പൊ 200 കാണിച്ചാൽ നമ്മൾ വേറെ നോക്കുമ്പോൾ ഒരു 180 എന്നൊക്കെ കാണിക്കുള്ളൂ. അപ്പൊ ഞാൻ ഇതിൽ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് എപ്പോഴും നമ്മളെ വ്യൂസ് പിന്നെ അതുപോലെ കമന്റ് ഒക്കെ ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മളെ ചാനലിൽ തന്നെയാണ് ഞാൻ സെർച്ച് ചെയ്യാറ്. ഓക്കെ, നെക്സ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത എന്തെങ്കിലും സംഭവം. ഗൂഗിളില് അത് ഞാനിന്ന് രാവിലെ ഞാൻ ഉണ്ണിയും കൂടി എന്തോ സെർച്ച് ചെയ്തിരുന്നു. ഗൂഗിള് ഇതാട്ടോ, ഗൂഗിൾ എടുക്കണ്ട്. കാറ്റിൻ മീനിങ് മലയാളം എന്ന് പറയുന്നത് മലയാളം. കാരണം നമുക്ക് വേറെ എന്തെങ്കിലും അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാവാത്ത ഞാൻ വേഗം പോയിട്ട് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യും. അപ്പൊ ക്യാറ്റ് മീനിങ് ഇൻ മലയാളം അടിച്ച് നമുക്ക് അതിൽ അങ്ങനെ പോയി അടിക്കുമ്പോൾ നമുക്ക് ആ ഒരു സൈറ്റ് കിട്ടുമല്ലോ. അപ്പൊ നമ്മൾ അതിൽ കയറിയിട്ട് എന്നിട്ട് പിന്നെ നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് എന്തിനാ അറിയോ, അത് പ്രൊമോഷന്റെ എന്തോ വന്നപ്പോ അതിന്റെ ഒരു വേർഡിന്റെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിട്ട്. നമ്മളിടാകൂടിയില്ല എന്റെ എന്താന്ന് വെച്ചാൽ ഇത് 75 crore സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനത്തെ ഒരു വലിയൊരു നമ്പർ. അപ്പൊ അതിന്റെ വേർഡിങ്സ് എന്താന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ സെർച്ച് ചെയ്തത് കണ്ടോ. അത് നിങ്ങക്ക് കാണത്തില്ല. അങ്ങനെ എന്നുവെച്ചാൽ 75 crore 60 അങ്ങനത്തെ എന്താണ് 60 lakh 75 crore 60 lakh ആണ് അത് ഒരു എമൗണ്ട്. അപ്പൊ ആ എമൗണ്ട് ഞാനും ഭാവി നോക്കിയപ്പോ എനിക്കത് എത്രയാന്നുള്ളത് റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഗൂഗിളിൽ നോക്കിയതാണ് ആ ഒരു എമൗണ്ട് അടിച്ചു കൊടുത്തിട്ട് ഇൻ വേർഡ്സ് എന്നുള്ളത് കേട്ടോ. അതാണ് എന്റെ ലാസ്റ്റ് ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററിയിലുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഗൂഗിൾ പേ ബാലൻസ്. ആദ്യം എന്റെ കാണാം. എന്റെ 100 രൂപ നോക്കട്ടെ. ഓ 208 രൂപ ഗൈസ്, 208. അമ്മയുടെ അത് കാണിക്കില്ല. അതില്ല, ഇതൊരു സെഗ്മെന്റ് ആണ്. അത് ഞാൻ കാണിക്കില്ല. അതല്ലേ വയസ്സും ശമ്പളം ചോദിക്കരുത്. ഓക്കെ, എനിക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്റെ നേരത്തെ 500 സംതിങ് രൂപ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിന്ന് സിനിമയ്ക്ക് പോകുന്നുണ്ട്, അപ്പൊ അതിന്റെ ടിക്കറ്റ് ഞാൻ അതുകൊണ്ട് മമ്മിയെ എന്റെ അടുത്തുനിന്ന് ഇതാക്കിയ. പക്ഷെ അത് മമ്മിയെ എനിക്ക് ഇട്ടുതരും. ഞാൻ 500 രൂപ ഇട്ട് കൊടുത്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇനിയിപ്പോ ഞാൻ എന്താ ചോദിക്കാം, എന്ത് നോക്കട്ടെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത സെൽഫി. ഞാനോ? എന്റെ ഗാലറി കണ്ട ചവറിന് കുപ്പ പോലെ ഞാൻ കണ്ടതൊക്കെ സ്ക്രീൻഷോട്ട് അടിക്കും, അങ്ങനെയൊക്കെ ഒരു ഇതാട്ടോ. എനിക്കറിയില്ല, എനിക്ക് എന്റേതായിട്ടുള്ള ഒന്നുമില്ല ഗൈസ്. എന്റെ ഫുള്ള് യൂട്യൂബ് ബ്ലോഗ്, യൂട്യൂബ് ഷോർട്സ് മാത്രമേ ഉള്ളൂ. ഞാനായിട്ട് അങ്ങനെ ഒന്നും എടുക്കില്ല. ഞാൻ ലാസ്റ്റ് ആയിട്ട് എടുത്ത സെൽഫി ഈ ഒരു സെൽഫിയാണ്. ഇത് ഞാൻ ലാസ്റ്റ് ആയിട്ട് എടുത്തത്, ഞാൻ അങ്ങനെ സെൽഫീസ് എടുക്കാറില്ല. ഇവരധികവും മറ്റെന്താ പറയാ, മഞ്ഞ സാധനത്തിന്റെ പേരെന്താണ്, അത് എടുക്കുക, അതിലിടും. ചേച്ചി അനിയത്തിക്ക് ഇവിടെ ഞങ്ങൾക്ക് 3 ആൾക്ക് ഇടേണ്ട വകയിലാണെങ്കിൽ ഞങ്ങൾക്ക് 3 ആൾ. ഞാൻ നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ അങ്ങനെ സെൽഫീസ് എടുക്കാറേ ഇല്ല. എടുക്കുവാണെങ്കിൽ തന്നെ എപ്പോഴേലും അങ്ങനെ എടുക്കുള്ളൂ. ലാസ്റ്റ് ആയിട്ട് എടുത്തത് ചിലപ്പോൾ കുറേ മുന്നേക്ക്. ഞാൻ കൂടുതലും മിറർ ഫോട്ടോ സെൽഫിയാണ് എടുക്കുക. മിറർ ഫോട്ടോ ആണെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു പിക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ലാസ്റ്റ് ആയിട്ട് എടുത്ത സെൽഫി എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മമ്മിയുടെ ഫോണിലാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത്.
കാരണം അന്ന് ഫിലിമിന് പോയപ്പോ നമ്മളൊരു സെൽഫി എടുത്തായിരുന്നു. അതിലെടുത്തിരുന്നു, അത് ഐഫോണിലാണ്. പിന്നെ ഞാൻ അങ്ങനെ സെൽഫീസ് എടുക്കാറില്ല, സെൽഫി വീഡിയോസ് എടുക്കാറുണ്ട് കേട്ടോ, അല്ലാണ്ട് സെൽഫി ആയിട്ടൊന്നും എടുക്കാറില്ല. പിന്നെ ലാസ്റ്റ് ആയിട്ട് എടുത്ത സെൽഫി മമ്മിയുടെ ഫോണിലാണ്, അല്ലാണ്ട് ഞാൻ കുറേ മുന്നേ കണ്ടു ഒക്കെ ബാക്ക് ക്യാമറയിൽ ഈ ഇവിടെ കണ്ണാടി വെച്ചിട്ടുണ്ടല്ലോ അവിടെ നിന്നാണ് ഒട്ടുമിക്ക എല്ലാം എടുക്കാറ്. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, ലാസ്റ്റ് സെൽഫി. കൂടുതൽ യൂസ് ചെയ്യുന്ന ഇമോജി, മോസ്റ്റ് യൂസ്ഡ് ഇമോജി? ഞാൻ ഏതറിയോ, ഞാൻ അധികം ഒരു ലവ് ചിഹ്നം പിന്നെ 3 ഇങ്ങനെ വരില്ലേ അതോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണെച്ചാലും എനിക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണേക്കാളും എനിക്ക് ഒരുപാട് ഇതുള്ളത് എന്നുള്ളത് ഞാനൊരു ലവ് ചിഹ്നം ഇങ്ങനെ കൊടുക്കുമ്പോഴാണ്. ഏതാ കാണിച്ചു കൊടുക്ക്. പിന്നെ ഞാൻ അങ്ങനെ കുറേ ഇമോജീസ് ഒന്നും യൂസ് ചെയ്യില്ല. എനിക്ക് തോന്നുന്നു ഞാൻ മോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇമോജി ഇങ്ങനെ ഇങ്ങനെ ചിരിക്കില്ല ഒരു ചേട്ടനല്ലൊരു കുട്ടി. ഇതാ ഞാൻ കാണിച്ചു തരാട്ടോ, ഒരു മിനിറ്റ്. ഞാൻ ഈ എമോജി ഇല്ല, ഈ ഇമോജി കാണിച്ചു കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഇതാ ഇത് ഇത് അങ്ങനെ കാണത്തില്ല, കാണുന്നില്ല. ഞാനിങ്ങനെ സങ്കടം വരുമ്പോഴൊക്കെ ഇങ്ങനെ ചിരിക്കില്ല, അങ്ങനത്തെയാണ് ഞാൻ മോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. പിന്നെ അങ്ങനെ ഇതാണ് എൻ്റെ റീസെന്റ് യൂസ്ഡ് ഇമോജി ഇതൊക്കെയാണ്, അല്ലാതെ അങ്ങനെ ഒരുപാട് ആ ഒരു ഇമോജി മാത്രം യൂസ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാം ഞാൻ യൂസ് ചെയ്യും. ചില സമയങ്ങൾ കറക്കി കുത്തി എവിടെയെങ്കിലും എടുക്കും, ആ സിറ്റുവേഷൻ റിലേറ്റബിൾ ആണെങ്കിൽ അത് അങ്ങോട്ട് അയച്ചു കൊടുക്കും. അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇനി നെക്സ്റ്റ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഗിഫ് ഒക്കെ ഉണ്ടാവില്ലേ, എന്താ പറയാ, ഏറ്റവും ഇഷ്ടപ്പെട്ട മീമീസ് എന്ന് വെച്ചാൽ എന്താ നമ്മളിതിന് എന്താ പറയാറ്, സ്റ്റിക്കേഴ്സ് ഇല്ലേ, അത് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റിക്കർ എനിക്കിത്. ഞാൻ എല്ലാവർക്കും ഇതാണ് എന്റെ മീമീസ്, അങ്ങനെ എല്ലാവരും കാണും. ഇതാണ് ഞാൻ എല്ലാവർക്കും സ്നേഹം കാണിക്കാൻ. അപ്പൊ അത് ഇങ്ങനെ എന്നിട്ട് മമ്മി ഇഷ്ടപ്പെട്ടത് മിമി എനിക്ക് അയക്കി, ഞാനത് കാണിച്ചത്. ഇവളുമാര് എനിക്ക് ഒരെണ്ണം സീന് സാധനങ്ങളുണ്ട്, വിയേർഡ് ആയിട്ടുള്ള കുറെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ചെറിയ ചെറിയ കുട്ടികളുടെ ബാക്ക് അയച്ചു. അപ്പൊ പിന്നെ ഞാൻ നമ്മളുടെ ഇതിലുള്ള ഏറ്റവും വിയേർഡ് ആയിട്ടുള്ള മീമീസ് കാണിച്ചതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷെ ഞാനത് പറയുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് എന്റെയും കാണിക്കേണ്ടി വരും. മതി. ഇതൊക്കെയാണ് ഞാൻ അയക്കുക. വേറെ ഒന്നല്ല, കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ ഇങ്ങനെ വരുന്ന മുണ്ട് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടുള്ളത് ഇതൊക്കെ അയച്ചു തരാം. വേറെ അത്ര വീടൊന്നല്ല, ചെറിയ കുഞ്ഞ് തൃശ വന്നത്, അത് കുഴപ്പമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പ്? ഞാനെങ്ങനെയാ വെച്ചാൽ ആദ്യം ഇൻസ്റ്റാഗ്രാം നോക്കും, അതിലുള്ള ആൾക്കാർക്കൊക്കെ റിപ്ലൈ കൊടുക്കും. അത് കഴിഞ്ഞാൽ വെറുതെ വാട്സപ്പ് ഒന്ന് തുറക്കും, അത് കഴിഞ്ഞ് യൂട്യൂബ് ഒന്ന് തുറക്കും. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് നോക്കണമെന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം ആണെന്നാണ്. പക്ഷെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പ് ഇതിൽ കാണാൻ പറ്റും. പക്ഷെ അത് എങ്ങനെ നോക്കാന്ന് അറിയില്ല. ഇന്നലെ പിന്നെ എന്നിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല എങ്ങനെ നോക്കാന്നുള്ളത്. ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം ആണ്. ഇൻസ്റ്റാഗ്രാമിൽ ഈ ചാറ്റ് ചെയ്തിട്ടോ എന്താ അല്ലെങ്കിൽ ഞാൻ ആക്റ്റീവായിട്ടോ അതൊന്നും അല്ല, വെറുതെ ഇരുന്ന റീൽസ് കാണാം. വെറുതെ ഇരുന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്ന് അംബാനിയുടെ മോന്റെ പ്രീ വെഡിങ് മറ്റേ റീൽസ്, അതേപോലെ അങ്ങനെ അങ്ങനത്തെ. അതുപോലെ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ ഇപ്പൊ, ഏതൊക്കെ ഇപ്പൊ കുറച്ച് കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, മറ്റേ ആരുടെ കുഞ്ഞ് ആലിയ ഭട്ട്, അതിന്റെ കുഞ്ഞിന്റെ ഫാനാണ്. എത്ര വീഡിയോസ് ആണെന്നറിയാം എന്റെ ഫീൽഡിൽ അത് വരുന്നത്. അങ്ങനത്തെ കുറേ എന്തത്. പിന്നെ നമ്മൾ എനിക്ക് 2 അക്കൗണ്ട് ഉണ്ടല്ലോ, 2 അക്കൗണ്ട് ഉണ്ട്. മെയിൻ അക്കൗണ്ടിൽ എനിക്ക് കുറേ നല്ല ഡീസെന്റ് ആയിട്ടുള്ള റീൽസ്, മലയാളികളുടെ റീൽസ് അങ്ങനെയാണ്. എനിക്ക് സെക്കൻഡ് അക്കൗണ്ട് പറഞ്ഞാൽ കൂടുതൽ ഇങ്ങനത്തെ ഹോളിവുഡ് സെലിബ്രിറ്റീസിന്റെ ഓരോ അപ്ഡേറ്റുകള്, പിന്നെ നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കുറെ കോട്ട്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് എനിക്ക് വരാറുള്ളത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണ് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് ആയിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പ് ഞാൻ പറഞ്ഞില്ലേ, ഇൻസ്റ്റാഗ്രാം എടുക്കും, യൂട്യൂബ് നോക്കും, ജസ്റ്റ് ഒന്ന് വാട്സപ്പും തുറക്കും. ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം, സ്നാപ്പ്, യൂട്യൂബ്, വാട്സപ്പ്. പിന്നെ സ്നാപ്പ് എനിക്ക് തുറന്നു നോക്കും. ഇവരൊക്കെ ഒരെണ്ണം അയച്ചിട്ടുണ്ട്. സ്നാപ്പിൽ നമുക്ക് ആകെ 2 ഫ്രണ്ടുകൾ, ഞാനും പറഞ്ഞു. ഞങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് മമ്മി സ്നാപ്പ് നോക്കാറുണ്ട്. ദാറ്റ്സ് ഇറ്റ്. പിന്നെന്താ നോക്കട്ടെ. അപ്പൊ എത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പൊ ഒരുപാട് ഇപ്പൊ എനിക്കായാലും മമ്മിക്ക് എന്തെങ്കിലും എന്റെ ഫോണിൽ അറിയണമെന്നുണ്ടോ? കാരണം ഏത് നേരം നമ്മളെ അങ്ങനെയൊന്നും ഫോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു കോമൺ. എല്ലാരും അങ്ങനെ എന്റെ ഫോണാണ് അതിൽ ഇന്ന് ലോക്ക് ഇട്ട് വെക്കട്ടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ലോക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ അങ്ങനെ അവരുടെ ഫോൺ പോയി കുത്തി പുറക്കി ഇങ്ങോട്ട് തുറക്ക് ഇങ്ങോട്ട് കാട്ടുകയില്ല എന്താ ഞാൻ അങ്ങനെ നോക്കും. ഞാൻ പെട്ടെന്ന് റാൻഡം ആയിട്ട് എടുത്ത വീഡിയോ ആണ്, അതുകൊണ്ട് പിന്നെ ഞാൻ എനിക്ക് ആവശ്യം വന്നാൽ പോയിട്ട് ഫോൺ എടുക്കും, കാര്യങ്ങൾ എന്തെങ്കിലും നോക്കാണ്ടിച്ച് നോക്കുന്നല്ലാണ്ട് അങ്ങനെ. അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയണമെന്നൊന്നുമില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ഫോണിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇട്ടാൽ മതി. നമ്മൾ അടുത്ത വീഡിയോസ് പാർട്ട് 2 ആയിട്ട് ഇടുന്നതായിരിക്കും. ഇനിയിപ്പോ അവർക്ക് അറിയണമെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോ ദാറ്റ് ഫസ്റ്റ് വിളിച്ച കോള് വിളിച്ചാണ് പപ്പ എനിക്ക് ഉച്ചയ്ക്ക് ഒരു വീഡിയോ കോൾ ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് അങ്ങോട്ട് വിളിച്ചത് ഞാൻ അങ്ങോട്ട് വിളിച്ചത് മമ്മിക്ക് ഇന്നലെ വീഡിയോ കോൾ. ഞാൻ ഹാളിലിരിക്കുക, മമ്മി റൂമിലിരിക്കുക, അപ്പൊ ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ചത്. എന്റെ ഫുൾ പപ്പ മമ്മി മമ്മി വാവ ഉണ്ണി വാവ ശ്രീ വല്യമ്മ അങ്ങനെ ഫുൾ. ഈ ഉണ്ണി വാവാന്ന് ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കും നമ്മളെ സാംസങ് ഫോണാണ് കേട്ടോ. അപ്പൊ ഫുള്ള് എനിക്ക് ഇവര് മൂന്നാളും മാത്രമേ എനിക്ക് വിളിക്കാനുള്ളൂ, വേറെ ആരും ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. മമ്മിയുടെ എന്റെ അമ്മമ്മ അമ്മമ്മയാണല്ലോ വിളിച്ചിരിക്കുന്നത്. അമ്മമ്മ ധന്യ, പാലപ്പുറത്തെ ധന്യ. പിന്നെ ഒരു പ്രൊമോഷന്റെ ഒരു കോള്. പിന്നെ ഉണ്ണിച്ചക്കൻ വിളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റഹീമൊക്കെ വിളിച്ചിട്ടുണ്ട്, ഫിഷ് വേണോ ചോദിച്ചിട്ട്. അപ്പൊ പിന്നെ എന്റെ ചേച്ചി വിളിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. മതി ഇങ്ങനെ നീക്കി പറയുന്നു വേണ്ട. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളുടെ ഫോണിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഡു കമന്റ് ഗൈസ്. അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇത് പെട്ടെന്ന് റാൻഡംലി ചോദിച്ചതാണ്, അതുകൊണ്ട് ഇപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, നമ്മുടെ ഫോണിൽ ഒന്നുമില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബിലോ. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ 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 ബൈ. അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.